മൂന്നാറിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് റോസാക്കമ്പും വേറെ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തൊടുപുഴയിൽ നട്ട് വെക്കാൻ പോവുകയാണ്. മൂന്നാർ പിടിക്കുന്നതാണ്, തൊടുപുഴ ക്ലൈമറ്റിന് പറ്റുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ഒരു എക്സ്പെരിമെൻറ്റ് നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ തുമ്പി നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ താറാവ് കുഞ്ഞുമുത്തിനെ കടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നുണ്ട്. താറാവ് എപ്പോൾ ആൾക്കാരെ കണ്ടാലും, ആൾക്കാരെ അല്ല കുഞ്ഞുത്തിനും തുമ്പിനെയും കണ്ടാലും ഇങ്ങനെ ഓടിച്ചിട്ട് കുത്തും. എനിക്ക് ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മൂന്നാറിലോട്ട് പോയപ്പോൾ മൊത്തം കാട് കയറിപ്പോയി. ഒരുപാട് ചെടിയും പിന്നെ എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് കുറേ മരമൊക്കെ എൻ്റെ ചേട്ടന്മാർ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പൂന്തോട്ടത്തി മരം ദേ നോക്കും മൊത്തത്തിൽ കാട് പിടിച്ച് പോയിരുന്നു. ഞാൻ പനിനീർ കുറുക്കയൊക്കെ കൊണ്ട് നട്ടത്. ഇപ്പോൾ കാട് ഏതാ ചെടി ഏതാന്ന് അറിയാൻ പാടില്ലാത്ത രീതി മൊത്തം കാട് പിടിച്ച് പോയി. എന്നിരുന്നാലും നമ്മുടെ റോസയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ റോസയെ നടാൻ വേണ്ടി പോകാട്ടോ. ഇത് ഞാനും കുഞ്ഞുമുത്തും കൂടെ നട്ടുവെച്ചൊരു സപ്പോർട്ടയായിരുന്നേ. അത് മൊത്തത്തിൽ ഇങ്ങനെ എന്തോ പോലെ പുഴു കയറിയ പോലെ ഏതാണ്ട് പോലെ ആയിപ്പോയി. ഇതിനെങ്ങനെ ഇനി സംരക്ഷിക്കാം എന്ന് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അയ്യോ, എനിക്ക് മൂന്നാർ ജീവിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരം 5:45 സമയം. എനിക്ക് ചൂട് പറ്റുന്നില്ല. മൂന്നാറിൽ നിന്നിട്ട് ഇവിടെ വന്നിട്ട് വെയിലില്ല, എന്നാലും വൈകുന്നേരം വെയിലില്ലാഞ്ഞിട്ട് പോലും വെറുതെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് വേർത്ത് കുളിക്കുമെന്ന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അവിടെ ഒരു ഫാൻ പോലും ഇല്ലാതെ ഞാൻ നിൽക്കുന്നതാണിത്. ഇവിടെയാണെങ്കിൽ എനിക്ക് റോട്ടിൽ മൊത്തം ആരും ലേസി പിടിച്ച് തന്നിരുന്നെങ്കിൽ എന്നൊരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ നമ്മുടെ എല്ലാവരും ചേർത്ത് നമ്മുടെ റോസകളെല്ലാം കൂടി നട്ടുപിടിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ഓരോരുത്തർക്കും ഓരോ ചെടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും കാട് കയറി പോകും. എൻ്റെ ചെടിയും കാടും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാകും. അതിൻ്റെ ഇടയിൽ വീണ്ടും കുഞ്ഞുമുത്തിനെ താറാവിട്ട് ഓടിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രം വർഷ.